ഹായ്, ഇന്ന് എഗ്ഗ് സാൻഡ്വിച്ചാണ് ആക്കുന്നത്. സാൻഡ്വിച്ച് ആക്കുന്ന മെഷീനുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 4 ഉള്ളി എടുത്ത് ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് പാത്രത്തിലിട്ട്, എന്നിട്ട് എന്ത് ചെയ്ത് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട്, അത്യാവശ്യം നിങ്ങൾക്ക് എത്ര വേണ്ട അതിന് കണക്കായിട്ട് ഉപ്പിടുക. എൻ്റെ ടേസ്റ്റ് പോലെ ഞാൻ ഇടൽ. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. ഒരു ബ്രൗൺ കളർ വരുന്നവരെ ഉള്ളി നല്ലോണം വാട്ടി എടുക്കുക. അപ്പോൾ നല്ലോണം വാട്ടിയെടുത്തിട്ട് ഒരു എന്താ പറയണ്ട, ഒരു ഉള്ളീൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. മീൻസ് ഉള്ളീൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യാം, പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം ഇടുക. കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം എന്ന് വെച്ചാൽ പച്ചമണം മാറുന്ന വരെ ഇതെല്ലാം ഇടണേ. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. നല്ലോണം വാട്ടിയെടുക്കുക. എന്നിട്ട് അതും നല്ലോണം മെൽട്ടായി വരണം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉള്ളിയും ഈ പച്ചമുളകും ഈ വെളുത്തുള്ളിൻ്റെ ആ ചവർപ്പും എല്ലാം മോളെ കൂറ്റി വോയിസിൽ വരുന്നുണ്ട്, കരയുന്നത്, വാശി പിടിക്കുന്നത്. ഇത് എല്ലാം ഇട്ടതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി പൊടികളെല്ലാം ഇടുക. മഞ്ഞൾപ്പൊടി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. നമുക്ക് അത്യാവശ്യം എന്തെല്ലാം വേണ്ടത് അതെല്ലാം നോക്കിയിടുക. പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ കുരുമുളക് പൊടി കുറച്ചൊന്ന് എരിവ് മുൻപിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിഷ്ടമാണ് എരിവുള്ളത്, അതുകൊണ്ടാണ്. എന്നിട്ട് നല്ലോണം വാട്ടിയെടുത്ത് ആ പച്ചമണമെല്ലാം പോയിട്ട് അത് സൈഡോട്ടേക്ക് ആക്കിയിട്ട് ആ മസാല നമ്മൾ ചെറുങ്ങനെ ഇതെന്ത് ചെയ്യാം, ഗ്യാസ് കുറച്ച് വെക്കുക. എന്നിട്ട് സൈഡോട്ടേക്ക് ആക്കിയിട്ട് 5 മുട്ട, ഞാൻ 4 മുട്ട എടുത്തിട്ടുള്ളൂ. നമുക്ക് 4 മുട്ടേൻ്റെ ആവശ്യം വരും. എങ്ങനെ നിങ്ങൾക്ക് ആവശ്യം വരുന്ന പോലെ മുട്ട എടുക്കുക, എഗ്ഗ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു സൈഡേക്ക് ആക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇടണം. അതിൽ മിസ്സായിപ്പോയി കേട്ടോ, ഞാൻ ഇടുന്ന വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയതാണ്. അങ്ങനെ എല്ലാം കൂടി കടുവറ എന്ന് പറയുന്ന പോലെ എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ സ്പീഡ് കൂട്ടണേ. നല്ലോണം കുറച്ച് ഗ്യാസ് സ്പീഡ് കൂട്ടിയിട്ട്, തീയൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ആ ഉള്ളിക്ക് നല്ലോണം പിടിക്കുന്ന മട്ടത്തിലാക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, നമ്മളെ ബ്രെഡിലേക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ സ്പൂൺ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ മസാല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക. ഇത് നല്ലോണം ഇങ്ങനെ അമർത്തി പ്രസ്സാക്കി കൊടുക്കുക മസാല. എൻ്റെ മോളെ വോയിസിൽ നല്ലോണം വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൊട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ മെഷീൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് റൊട്ടി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തും അങ്ങനെ തന്നെ ചെയ്യാം. നല്ലോണം മുരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറേ സമയം വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് ഇത്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണിത്. ഇതങ്ങനെ ബ്രെഡ് വെക്കുന്നുണ്ട് ഞാൻ. മെഷീന് പൂട്ടി അത് ആ റെഡ് പോയിട്ട് പച്ച കത്തുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടാവും. പിന്നെ അത് ചൂട് കൊണ്ട് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ മെല്ലനെ അത് വെച്ചിട്ട് എടുക്കുന്നത്. ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ എഗ്ഗ് സാൻഡ്വിച്ച് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതായി. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ആക്കണേ.